സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമായി കടമെടുപ്പ്. ഇത്തവണ 4000 കോടി രൂപയ്ക്കുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 2-നാകും ലേലം നടക്കുക. 3000 കോടി രൂപ കടമെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഭീമമായ തുകയ്ക്കുള്ള അടുത്ത കടമെടുപ്പ്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിൽ സർക്കാരിൻ്റെ അപ്രസക്തമായ ചില തീരുമാനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ധൂർത്ത് ഒരു വശത്ത് നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ PR വർക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി അടുത്ത വാർത്തയിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു രൂക്ഷതയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ടുള്ള ഈ കടമെടുപ്പ്, ഇത്തവണ അത് 4000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത് എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. എത്രമാത്രം പ്രതിസന്ധിയാണ് നിലവിൽ സാമ്പത്തിക രംഗത്ത് സംസ്ഥാനത്ത് നടക്കുന്നത്? ശരിയാണ് രോഹിണി. കാരണം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് ഒരു പരിധിയുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളിലെ കടമെടുപ്പ് നോക്കുകയാണെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും സർക്കാർ ഈ കടമെടുക്കുന്ന തുകയുടെ അളവ് അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ മാസമായ ഏപ്രിൽ 3000 കോടിയാണ് സർക്കാർ കടമെടുത്തത്. പിന്നീട് മെയ്യിൽ 4000 കോടി, ജൂണിൽ 5000 കോടി, ജൂലൈയിൽ 5000 കോടി, ഓഗസ്റ്റിൽ 6000 കോടി. ഇപ്പോൾ സെപ്റ്റംബർ 2 ഈ മാസം വരുന്ന ഓണക്കാലത്തെ സെപ്റ്റംബർ മാസം ആരംഭിക്കുന്ന രണ്ടാമത്തെ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ 4000 കോടി കൂടി കടമെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ, സാമ്പത്തിക ദുരന്തം എന്നത് ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിന് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഏറ്റവും അവസാനമായി സംസ്ഥാന സർക്കാർ കടമെടുത്തത് ഓഗസ്റ്റ് 26-നാണ്. അന്ന് 3000 കോടി രൂപയാണ് കടമെടുത്തത്. ആ 3000 കോടി കടമെടുത്ത് കൃത്യം ഒരാഴ്ച പിന്നിടുന്ന ദിവസം, അല്ലെങ്കിൽ കൃത്യം ഒരാഴ്ച എത്തുന്ന ദിവസം തന്നെയാണ് 4000 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുംബൈയിൽ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴിയാണ് ഈ കടമെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടബാധ്യത, ഈ സാമ്പത്തിക വർഷത്തെ മാത്രം നിലവിലുള്ള ആകെ കടബാധ്യത അത് ഏതാണ്ട് 27,000 കോടിയായി മാറും. 27,000 കോടി എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത് 29,799 കോടി രൂപ, അത്രയും രൂപ മാത്രമാണ്. കേന്ദ്ര സർക്കാർ നേരത്തെ 2024-25 സാമ്പത്തിക വർഷത്തിനേക്കാളും 8,250 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അവകാശം കേരളത്തിന് നൽകിയിരുന്നു. അതുകൂടി ചേർത്താണ് ഈ ഡിസംബർ വരെ 29,799 കോടിയോളം രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത്. അതിൽ 27,000 കോടി രൂപ പോകുന്നതോടുകൂടി ഏതാണ്ട് 2,799 കോടി രൂപ മാത്രമാണ് ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുക. ആ മാസങ്ങളിൽ ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ മൂലധന നിക്ഷേപത്തിനായി എടുക്കേണ്ട കടം അത് മറിച്ച് പൊതുവിപണിയിൽ നിന്ന് കടമെടുത്ത് സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ തള്ളിവിടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൊതുകടം ഏതാണ്ട് 4,94,091 കോടി ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4000 കോടി കൂടി വരുമ്പോൾ അത് ഏതാണ്ട് 5 ലക്ഷം കോടിയിലേക്ക്, സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള കടബാധ്യത 5 ലക്ഷം കോടിയിലേക്ക് കൂടി അടുക്കുകയാണ് എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയാകുന്നത് ഈ ഖജനാവ് കാലിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയുള്ള ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ആദ്യം തന്നെ ഈ പറയുന്ന 4000 കോടി കടമെടുക്കുന്നതോട് 27,000 കോടി, പിന്നീട് 2,799 കോടിയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക. സെപ്റ്റംബർ, അത് കഴിഞ്ഞ് ഒക്ടോബർ വരുന്നു, പിന്നീട് നവംബർ, ഡിസംബർ മാസങ്ങളിലെ ചെലവ് നടത്താൻ പോലും സംസ്ഥാനത്തിന് ആകെ ഉള്ളതാണ് ഈ 2,799 കോടി രൂപ എന്നുള്ളത്. ആ തുകയിൽ നിന്ന് വേണം സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ, പിന്നീട് ഈ പറയുന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാരിൻ്റെ പലതരത്തിലുള്ള ധൂർത്തുകൾ വരുന്നു. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രാവിലെ നൽകിയ വാർത്ത കൂടി 33 സെമിനാറുകൾ സർക്കാർ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തദ്ദേശത്തിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. സർക്കാരിൻ്റെ PR വർക്കുകൾ ഒരു വശത്തുകൂടി അങ്ങനെ നടക്കുകയാണ്. അതിന് പണം കണ്ടെത്തേണ്ടതും ഈ കടമെടുപ്പിൽ കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാരിന് കാര്യമായ മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ബെവ്കോയിൽ നിന്നാണെങ്കിലും ശരി, ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ആണെങ്കിലും ശരി, കാര്യമായി ഈ പറയുന്ന രീതിയിൽ അതിനൊരു ചെലവിന് ആവശ്യമുള്ള തുകയുടെ അത്രയൊന്നും എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അടുത്ത 4 മാസം, ഈ പറയുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ എവിടെ നിന്ന് പണം സർക്കാർ കണ്ടെത്തുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കടമെടുപ്പിനെ ആശ്രയിക്കുകയാകും
ഇരയാകും. അങ്ങനെ സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തിലേക്ക്, സാമ്പത്തിക ദുരന്തത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് സർക്കാർ വീണ്ടും കടുത്ത ട്രഷറി നിയന്ത്രണം കേരളത്തിൽ അടിച്ചേൽപ്പിച്ചത്. 25 ലക്ഷം രൂപ വരെയായിരുന്നു സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ട്രഷറികളിൽ നിന്ന് ബില്ല് മാറാനുള്ളൊരു അവകാശമായി നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ നൽകണമെങ്കിൽ, അത് പാസ്സാക്കണമെങ്കിൽ സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും പ്രത്യേക അനുമതി ഉണ്ടാകണമെന്നുള്ളതാണ് നിർദ്ദേശം. ഈ ട്രഷറി നിയന്ത്രണം എന്നുള്ളത് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്കറിയാവുന്നതാണ്. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഈ 10 ലക്ഷം രൂപയിലേക്ക് താഴ്ത്തുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന 10 ലക്ഷം എന്നുള്ള പരിധി സർക്കാർ ഇനിയും കുറയ്ക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പലതും കടമെടുക്കുമ്പോഴും കേരളത്തിൻ്റെ കടമെടുപ്പ് എന്നുള്ളത് അത് GSDP-യുടെ ശതമാനക്കണക്കിൽ ഏതാണ്ട് 33% മുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യകരമല്ലാത്ത കടമെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 27,000 രൂപയിലേക്ക് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നീങ്ങുകയാണ്. 5 ലക്ഷം കോടിയിലേക്ക് കേരളത്തിൻ്റെ ആകെയുള്ള പൊതുകടവും വർദ്ധിക്കുകയാണ്. ശരി പ്രജിത്ത്, സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയുടെ നേർചിത്രമാകുകയാണ് കടമെടുപ്പ്. ഇത്തവണ 4,000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് മുംബൈയിൽ നടക്കുന്നത്. സെപ്റ്റംബർ 2-നാകും ലേലം നടക്കുക. 3,000 കോടി രൂപ കടമെടുത്ത് ഒരാഴ്ച തികയും മുൻപാണ് ഭീമമായ തുകയ്ക്കുള്ള അടുത്ത കടമെടുപ്പ് എന്നുള്ളതാണ്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.